നമസ്കാരം. ഇന്ന് കർക്കിടകം 6 അധ്യാത്മരാമായണത്തിൽ നിന്ന് താടകാവധം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. കഥയിലെ ഏതാനും സാരാംശം വായിക്കുന്നു. താടകാവനത്തിലെത്തിയിട്ട് വിശ്വാമിത്ര മഹർഷി രാമനോട് ഇപ്രകാരം പറഞ്ഞു: ഭയങ്കരിയായ താടക വസിക്കുന്നത് ഈ പ്രദേശത്താണ്. അവളെ പേടിച്ച് ആരും ഈ വഴിക്ക് പോകാറില്ല. ഏതു വിധമെങ്കിലും നീ ഇവളെ വധിക്കണം. ഇത് കേട്ട ശ്രീരാമൻ മെല്ലെ വില്ലിൻ്റെ ഞാൺ വലിച്ചുവിട്ട് ശബ്ദമുണ്ടാക്കി. അത് കേട്ട് ക്രുദ്ധയായ രാക്ഷസി പേടിച്ച് ഇവരെ തിന്നാൻ വേഗത്തിൽ അടുത്തെത്തുകയും ശ്രീരാമൻ എയ്തുവിട്ട ശരം മാറിലേറ്റ് ഭയങ്കര രൂപിണിയായ താടക മല പോലെ നിലം പൊത്തുകയും ചെയ്തു. ആ മൃതദേഹത്തിൽ നിന്ന് സ്വർണരത്നാഭരണങ്ങൾ അണിഞ്ഞ് ഒരു സുന്ദരിയായ യക്ഷി പൊങ്ങി വന്നുവത്രേ. ശാപത്താൽ രാക്ഷസിയായി തീർന്നിരുന്ന യക്ഷി ശ്രീരാമദേവനെ വണങ്ങി വിടവാങ്ങിക്കൊണ്ട് ദേവലോകം പോകി. താടകാവധം എന്ന ഭാഗം നമുക്ക് കേൾക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. താടകവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ: രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴിയാരുമേ ഇതു കാലം. കാട്ടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണമവളെ നീ വല്ല ജാതിയും അവനിൽ ഒരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണുലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞാണുലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചോ രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരത്തിൽ മലച്ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. പാരത്തിൽ മലച്ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായ സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷി താനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുഞ്ജയ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം
കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരസ്ഥയാ പുലർക്കാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.